നമസ്കാരം, വീഡിയോയിലേക്ക് സ്വാഗതം. ഡോക്ടർ ഗംഗാധരനെ തോൽപ്പിച്ച ജോജോ ഡോക്ക്. എൻ്റെ ഏറ്റവും ലാസ്റ്റ് വീഡിയോയും ഡോക്ടർ ജോജോ വി ജോസഫിനെ കുറിച്ചായിരുന്നു. ഇന്ത്യയിൽ നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഹൃദ്രോഗ വിദഗ്ധനും എന്നാൽ നിലവിൽ അലോപ്പതി സിസ്റ്റത്തിനെതിരെ ചിന്തിക്കുന്ന വലിയൊരു ഡോക്ടറാണ് ഡോക്ടർ ജോജോ വി ജോസഫ്. അദ്ദേഹം നിരവധി പ്രഭാഷണങ്ങൾ, നിരവധി ലേഖനങ്ങൾ, നിരവധി യൂട്യൂബ് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. ആ ആദരിച്ച ഡോക്ടറെ വെറുതെ തൻ്റെ സംസ്കൃതത്തിലെ പാണ്ഡിത്യം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എവിഡൻസിൻ്റെ പേരിൽ കുറ്റം പറഞ്ഞ ഡോക്ടർ ജോജോ വി ജോസഫ്. അദ്ദേഹം കാരിത്താസിലെ മഹാനായ സർജനാണെന്ന് പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അനാവശ്യമായിട്ട് ഒരു ഷീജ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവരുടെ വലത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യുകയും അതും ഡോക്ടർ ഗംഗാധരൻ ലേക്ക് ഷോറിൽ റീടെസ്റ്റ് നടത്തി ക്യാൻസർ ഇല്ല എന്ന് റിസൾട്ട് വന്ന ശേഷം എറണാകുളത്തെ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സർജറി ചെയ്യുകയും അതിനുശേഷം ആ കാര്യം മൂടി വയ്ക്കുകയും വീണ്ടും നിലവിലെ രാജ്യത്തെ നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ട നാച്ചുറോപ്പതി, പ്രകൃതി ചികിത്സ, ഹോമിയോപ്പതി പോലുള്ള ചികിത്സാ വിദഗ്ധന്മാരെ ചീത്ത പറയുകയും അനുസ്യൂതം ചീത്ത പറയുകയും ചെയ്യുന്ന അത് തൊഴിലാക്കിയ താൻ പവിത്രമായി കണ്ട് തിയേറ്ററിൽ ഉപയോഗിക്കേണ്ട തിയേറ്റർ ഡ്രസ്സ് പുറത്തു വന്നിട്ട് അണിച്ചുകൊണ്ട് സീരിയസ് ആയിട്ട് താനൊരു സർജനാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അതുവഴി ആളുകളെ കത്തിവെച്ചിട്ട് കിട്ടുന്ന പൈസ ഉപയോഗിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഡോക്ടർ ജോജോ അങ്ങനെ അവസാനം പെട്ടിരിക്കുന്നു. പക്ഷേ അതിൽ പാവപ്പെട്ട നിരപരാധിയായ ഒരു സ്ത്രീയും ഉൾപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ സങ്കടകരമാണ്. 26/1/24 എറണാകുളത്തെ ജീവ ലാബിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടൊരു ക്യാൻസർ കേസാണിത്. അവർ പോസിറ്റീവ് പറഞ്ഞു. തൃശ്ശൂരത്തെ ജീവ ലാബിൽ, തൃശ്ശൂരത്തെ ശാന്തി ഹോസ്പിറ്റലിൽ നിന്നും അവരെ സർജറിക്കായിട്ട് അയക്കുന്നു. അവർ എറണാകുളത്ത് ഡോക്ടർ ഗംഗാധരനെ കാണുന്നു. ആ ഗംഗാധരൻ ഡോക്ടർക്ക് ആ റിസൾട്ട് കണ്ടിട്ട് വിശ്വാസം വരുന്നില്ല. അദ്ദേഹം അവരെ ലേക്ക് ഷോറിലേക്ക് വീണ്ടും സെയിം സ്പെസിമെൻ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാൻ അയക്കുന്നു. അത് 13/2/24 എന്നാൽ 17/2/24 ആ റിസൾട്ട് വന്നപ്പോഴത്തേക്കും വന്ന ശേഷം ഇതൊന്നും പരിഗണിക്കാതെ അവരുടെ കേസ് ഷീറ്റ് പൂർണ്ണമായും പരിശോധിക്കാതെ ഡോക്ടർ ജോജോ വി ജോസഫ് സർജറി ചെയ്യുകയും ബ്രസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു. വളരെ രസകരം. അദ്ദേഹം കാരിത്താസിലെ വലിയ മഹാനായ ഡോക്ടറാണെന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഇങ്ങനെ ഓടി നടന്ന് കീറി മുറിക്കുന്ന ആളാണെന്ന് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല. അതൊക്കെ വളരെ സീക്രട്ടായിട്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം. എന്തായാലും അവർ കേസ് കൊടുത്തു. ആ സ്ത്രീ, അവരുടെ കുടുംബം കേസ് കൊടുത്തു. കേസ് മുക്കി വയ്ക്കാൻ പലരും ശ്രമിച്ചു. ചാനലുകാരെ മുഴുവനും സമീപിച്ചു. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളായിട്ടുള്ള മാതൃഭൂമിയും മനോരമയും അതുപോലെ തന്നെ ഏഷ്യാനെറ്റും ഒക്കെ പല ചാനലുകളെ സമീപിച്ചിട്ടുണ്ടാവണം. പക്ഷേ ഡോക്ടറെ പിടിപ്പും കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ സഭയുടെ സ്വാധീനവും ഉപയോഗിച്ചിട്ട് അവരെല്ലാവരും അത് മൂടി വയ്ക്കാൻ ശ്രമിച്ചു, മൂടി വെച്ചു. പക്ഷേ സത്യങ്ങളെ മൂടി വയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഈ വാർത്ത മറുനാടൻ്റെ അടുത്തെത്തി. മറുനാടനും അവരുടെ ലേഖനമായിട്ടുള്ള പീയൂഷിനും മറുനാടൻ ഷാജനും എൻ്റെ പ്രത്യേക അഭിനന്ദനം. അവർ ഈ ലേഖനം ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഡോക്ടർ ജോജോയെ എതിർക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു നിരുത്തരവാദിയായ ഡോക്ടർ എന്ന് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡോക്ടർ BM ഹഗ്ഡ ഇന്ത്യയിൽ ആദരിക്കപ്പെടുന്ന ഡോക്ടറാണ്. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായിരുന്നു. സ്റ്റാൻലി മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻ്റായിരുന്നു. അവിടുത്തെ പ്രൊഫസറായിരുന്നു. അങ്ങനെ നിരവധി ഏത് ഇൻ്റർനാഷണൽ ജേണലും പ്രത്യേകിച്ച് നോക്കാതെ എടുത്തു ധരിക്കാൻ പറ്റുന്ന അത്ര പ്രഗത്ഭനായ ഡോക്ടറാണ്.
ഡോക്ടർ വി ഹെഗ്ഡെ, അവയെ പോലും അവസാനം കുറ്റം പറഞ്ഞ ഡോക്ടർ ജോജോ കഴിഞ്ഞ 1 വർഷമായിട്ട് 5-8 മാസമായിട്ട് ഈ കക്ഷിയുടെ ഈ കേസ് മൂടിവെക്കുകയായിരുന്നു. അവരുടെ കേസ് മറുനാടൻ പുറത്തുവിട്ടിട്ട് പോലും അദ്ദേഹം അതിനെതിരായിട്ട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിട്ട് അദ്ദേഹം അവരുടെ ക്യാൻസർ പ്രകടമായ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ ജീവയുടെ റിപ്പോർട്ട് മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹം ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്യുകയും അവസാനം പീയൂഷ് വിളിച്ച് സംസാരിക്കുകയും പക്ഷേ ഗത്യന്തരമില്ലാതെ അദ്ദേഹം കുടുങ്ങി കിടക്കുന്ന അവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. എന്താണ് പ്രശ്നം? ക്യാൻസർ പല കാരണങ്ങളുണ്ടാവാം. ക്യാൻസറിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാൻസറിനെ പറ്റിയുള്ള പഠനങ്ങൾ പറയുന്നത് ക്യാൻസർ ഒരു മെറ്റബോളിക് ഡിസീസാണെന്ന്. ഡോക്ടർ ഗംഗാധരടക്കമുള്ള ഡോക്ടർമാരും ഒരുപക്ഷെ അത് അംഗീകരിക്കുന്നുണ്ടാവില്ല. ക്യാൻസറിൻ്റെ കീമോയും സർജറിയും മാത്രമാണ് പരിഹാരമെന്നാണ് പല ക്യാൻസർ ഡോക്ടർമാരും വിശ്വസിക്കുന്നത്. രോഗികൾക്ക് പോലും ചിന്തിക്കാൻ അവരവസരം കൊടുക്കില്ല. എന്നാൽ ഡോക്ടർ തോമസ് സൈഫ്രഡ് എന്ന് പറയുന്ന ഒരു ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ക്യാൻസർ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ജനറ്റിക് ആയിട്ടുള്ള സംഭവമാകുന്നുള്ളതെന്നും ബാക്കിയുള്ളതൊക്കെ 80% മെറ്റബോളിക് ഡിസീസാണെന്നും ക്യാൻസറിൻ്റെ ആഹാരമായിട്ടുള്ള ക്യാൻസർ കോശങ്ങളുടെ ആഹാരമായിട്ടുള്ള ഷുഗറും ഗ്ലൂട്ടമിനും തടഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നും അദ്ദേഹം ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. ഈ തെളിവൊന്നും അല്ലെങ്കിൽ ഇതൊന്നും വായിക്കാത്ത ജോസഫിനോട് ആരോ ഒരാൾ ഡോക്ടർ റേ ഡി സ്റ്റാൻ എന്ന് പറയുന്ന ലോകപ്രശസ്തനായിട്ടുള്ള ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറെ പറ്റി സംസാരിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, അദ്ദേഹത്തെ പുസ്തകം വായിച്ചിട്ടില്ല എന്ന് ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയുള്ളത്. സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യവും പരിശോധിക്കാതെ പൂർണ്ണമായിട്ടും എവിഡൻസ് പോലും നോക്കാതെ തൻ്റെ കത്തി കൊണ്ട് ആളുകളുടെ ശരീരാവയവങ്ങൾ നിഷ്കരണം മുറിച്ച് മാറ്റുന്ന ഒരു സർജനായിട്ടാണ് എനിക്ക് അദ്ദേഹം തോന്നിയിട്ടുള്ളത്. ഞാൻ അലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതി എല്ലാം അംഗീകരിക്കുന്ന ഒരാളാണ്. കാരണം അതൊക്കെ സിസ്റ്റം നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. പക്ഷേ ഇത്തരം കള്ളനാണയങ്ങളെ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരുന്നു. ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിലെ വലിയ തലപ്പത്ത് കയറിയിരുന്നിട്ട് അദ്ദേഹം പണ്ട് കോട്ടയത്തെ ഒരു ഏറ്റുമാനൊരു നഴ്സ് 2 പെൺകുട്ടികളുമായിട്ട് റെയിൽവേ ട്രാക്കിൽ തലവെച്ച് മരിച്ച കേസിൽ സഭ കാരിത്താസ് ഹോസ്പിറ്റൽ റൺ ചെയ്യുന്ന സഭ അവർക്ക് ജോലി കൊടുക്കാത്തതിനെ പറ്റി കുറച്ച് ചർച്ച വന്നപ്പോൾ അതിന് സഭയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഇതാ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ബ്രസ്റ്റ് നീക്കം ചെയ്തിരിക്കുന്നു. എന്നിട്ടും അദ്ദേഹം ന്യായീകരിക്കുക. ദയവായിട്ട് കുന്നംകുളത്തെ ഇട്ടിമണി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഒരു ഹെർണിയ പേഷ്യൻറ്റിൻ്റെ നിരുത്തരവാദപരമായിട്ട് ഓപ്പറേഷൻ ചെയ്ത് അദ്ദേഹം മരിച്ചു. ആ മരിച്ച ഇട്ടിമണി ഹോസ്പിറ്റലിലെ ഡോക്ടർ അവരോട് ക്ഷമ പറഞ്ഞ് പിഴവ് പറ്റിയെന്ന് പറഞ്ഞു. ഒരുപക്ഷെ അത് നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കാം. അദ്ദേഹം കാണിച്ച വിവേകമെങ്കിലും തനിക്ക് പറ്റിയ അബദ്ധം, തനിക്ക് പറ്റിയ തെറ്റ് തിരിച്ചറിഞ്ഞ് സമ്മതിക്കുവാനുള്ള വിവേകം കാണിച്ച് മര്യാദയ്ക്ക് പിന്മാറുകയാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ ജോജോ ചെയ്യേണ്ടത്. ദയവായിട്ട് ഇത്തരക്കാരെ തിരിച്ചറിയുക. ഒരു ഡബിൾ ബ്ലൈൻഡ് ചെക്ക് ചെയ്തിട്ടാണ് സർജറി പോലുള്ള കാര്യങ്ങൾക്ക് നീങ്ങേണ്ടത്. അലോപ്പതിയെ ആശ്രയിക്കാം, പക്ഷേ പൂർണ്ണമായും ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ആശ്രയിക്കേണ്ടത്. അതല്ലാതെ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ അടുത്ത് കൈ വെച്ച് കൊടുത്തിട്ട് നമ്മളെ ബ്രസ്റ്റ് വെച്ച് കൊടുത്തിട്ട് പിന്നെ ശിഷ്ടകാലം വളരെ സങ്കടകരമായി ജീവിക്കേണ്ട അവസ്ഥ. എന്തായാലും കൊന്നില്ലല്ലോ അല്ലെങ്കിൽ മരിച്ചില്ലല്ലോ എന്ന് സമാധാനിക്കാമെന്ന് മാത്രമല്ലാതെ വേറൊന്നും പറയാനില്ല. ഓക്കെ, വീണ്ടും കാണാം. നന്ദി.